ശ്രീ ഷംസാദ് മരക്കാർ, ഇപ്പോൾ വയനാടിനായിട്ട് ഈ ദുരന്ത നിവാരണത്തിന് പ്രത്യേക പാക്കേജ് നൽകിയിട്ടില്ല എന്നത് വാസ്തവമാണ്. അധിക തുകയും അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഒരു വിമർശനം ഏൽക്കേണ്ടി വന്നുവല്ലോ. അത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട്, അതിന്റെ വിനിയോഗത്തെക്കുറിച്ച് കൃത്യമായ കണക്ക് സംസ്ഥാന സർക്കാർ വെക്കാത്തതിലുള്ള ഒരു അമർഷമാണ് കോടതിയിൽ നിന്നുണ്ടായത്. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് പോലും, അതിന്റെ കണക്ക് പോലും അറിയാത്ത സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് കേന്ദ്രത്തിന് കണക്ക് കൊടുക്കുക എന്നുള്ള ചോദ്യമാണ് വന്നത് ഹൈക്കോടതിയിൽ നിന്ന്. ഇത് ശരിയായ ഒരു കാര്യം തന്നെയാണോ? സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് ഇത്തരം കണക്ക് സൂക്ഷിക്കാത്തത് വയനാട് ദുരിതാശ്വാസത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായും ഇതിനകത്ത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പാക്കേജിന് കേന്ദ്ര സർക്കാർ ആവശ്യമുള്ള തുക, അതായത് 2219 കോടിയോളം രൂപ ആവശ്യമുണ്ട് എന്നുള്ള റിപ്പോർട്ട് നമ്മൾ കൊടുക്കുകയും അത് അനുവദിക്കപ്പെടണം എന്നുള്ളത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ന്യായമായും സർക്കാരിനോടൊപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഏതൊരാൾക്കും ആ ഒരു പാക്കേജ് കിട്ടുക എന്നുള്ളത് അത്യാവശ്യവുമാണ്. വയനാടിന്റെ പുനരധിവാസത്തിന്റെ ഭാഗമായി അതിനുവേണ്ടി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും എംപിമാരടക്കം കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അമിത്ഷായെ കാണുന്നു, നിവേദനങ്ങൾ കൊടുക്കുന്നു. സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കുന്നു. പ്രാദേശിക തലത്തിൽ പോലും പഞ്ചായത്തുകളും ബ്ലോക്കുകളും എല്ലാവരും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. കേന്ദ്രത്തിൽ നിന്നും ധനസഹായം വേണമെന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷെ ഇന്ന് ഹൈക്കോടതിയിൽ ഉണ്ടായ കാര്യം, ഹൈക്കോടതി ഈ കേസ് എല്ലാ വെള്ളിയാഴ്ചകളിലും പരിഗണിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ഓരോ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തപ്പെടുകയും ചെയ്യുന്നത് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതൊരു വീഴ്ചയാണ്. കാരണം കേന്ദ്ര സർക്കാർ തുക തന്നില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല പാക്കേജിന് പണം അനുവദിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഹൈക്കോടതിക്കും ബോധ്യമുള്ളതാണ്. കാരണം പണം അനുവദിച്ചിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. അത് വേണം എന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. പക്ഷേ STRF-ൽ ഇത്രയും തുകയുണ്ട്, 617 കോടിയോളം രൂപ STRF-ൽ ഉണ്ട്, അതെടുത്ത് ചെലവ് ചെയ്തുകൂടെ എന്നുള്ളൊരു ചോദ്യം പൊളിറ്റിക്കലി ഉണ്ടായിരുന്നു. രാഷ്ട്രീയപരമായ ആ ചോദ്യം BJP കുറെ കാലങ്ങളായി വയനാട്ടിലും കേരളത്തിലുമൊക്കെ STRF-ൽ നിന്നും തുക ഉപയോഗിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പാക്കേജിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളൊരു പാക്കേജ് ആവശ്യപ്പെടുമ്പോൾ സാഹചര്യത്തിൽ STRF-ൽ നിന്നും നമ്മൾ എത്ര തുകയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവാസത്തിന് വേണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും, CMDRF-ൽ നിന്ന് ഏകദേശം 600 കോടി രൂപയോളം CMDRF-ൽ നമ്മുടെ കൈവശമുണ്ട്. ഇത് രണ്ടിൽ നിന്നും എത്രയാണ് നമ്മൾ എടുക്കുന്നത്, ബാക്കി എത്ര തുകയാണ് നമുക്ക് ആവശ്യമുള്ളൂ എന്നുള്ളത് ഒരു കോടതി ചോദിച്ചപ്പോൾ പോലും അത് വ്യക്തമായൊരു മറുപടി അവിടെ കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പൊ STRF നോംസ് പ്രകാരം എല്ലാം ശാശ്വതമാകുമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിന് അപ്പുറമുള്ള തുകയാണ് നമ്മൾ കേന്ദ്രത്തിൽ നിന്നും പാക്കേജായി ആവശ്യപ്പെട്ടത്. പക്ഷെ STRF-ൽ നിന്ന് നമുക്ക് എല്ലാ തുക എടുക്കാനും കഴിയില്ല. കാരണം കേരളത്തിൽ മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അതിൽ തന്നെ ശ്രീ ഷംസാദ് മരക്കാർ, മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. ഈ SDRF-ലേക്കുള്ള കേന്ദ്ര വിഹിതവും ഉണ്ടല്ലോ. അത് കൃത്യമായിട്ട് ഈ ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം കിട്ടുന്നതാണ്. അത് പ്രത്യേകമായി കേന്ദ്രം നൽകുന്ന തുകയല്ല. അതിൽ പോലും സംസ്ഥാന സർക്കാർ നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഈ മാനദണ്ഡങ്ങൾ പ്രകാരം ഈ രണ്ടാമത് അനുവദിച്ച 153 കോടി രൂപയില്ലേ, അത് കേരളത്തിന് വിനിയോഗിക്കാൻ കഴിയില്ല. അത് കേരളത്തിന്റെ SDRF ഫണ്ടിലേക്ക് വരികയുമില്ല. അപ്പോൾ ഈ വയനാട് ദുരിതാശ്വാസത്തെ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടുമായി കൂട്ടിക്കെട്ടേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ കോൺഗ്രസ് പോലും അനുകൂലിക്കുന്നത് പ്രത്യേകമായ പാക്കേജ് വേണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അധിക സഹായം വേണം എന്നുള്ളതാണ്. 2200 കോടിയില്ലേ, അത്രയുമാണല്ലോ ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനം. അതിനൊപ്പം തന്നെ കോൺഗ്രസ് നിൽക്കുകയുമുണ്ട്. പക്ഷേ ഈ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിനെ ഇതുമായി കൂട്ടിക്കെട്ടുന്നതിൽ അതെന്തുകൊണ്ടാണ് കോൺഗ്രസ് ആ രീതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്നത്, ഹൈക്കോടതി ഉന്നയിക്കുന്നത് പോലെ? നമ്മൾ ഇതിനകത്ത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പാക്കേജിനു വേണ്ടി ഈ കേന്ദ്ര സർക്കാർ പണം നൽകണം എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് മഞ്ജുഷ അഭിപ്രായ വ്യത്യാസം? ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? കാരണം ഈ വിഷയം ലോക്സഭയിൽ ആദ്യം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. പ്രതിപക്ഷം പൂർണ്ണമായി പിന്തുണ നൽകുന്നു. ഇവിടെയുള്ള എല്ലാവരും ഇതിനകത്ത് പിന്തുണ നൽകുന്നു. എല്ലാ തരത്തിലും പിന്തുണ ഇതിനകത്തുണ്ട്. അതിനകത്ത് തർക്കമില്ല. പക്ഷെ ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യത്തിൽ STRF-ലെ തുകയും CMDRF-ലെ തുകയും അത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കുമ്പോൾ നമ്മളൊരു മറുപടി കൊടുക്കണ്ടേ? അത്രേ നമ്മൾ പറഞ്ഞുള്ളൂ. ആ മറുപടി ഇപ്പൊ CMDRF-ൽ നമ്മളടുത്ത് പണമുണ്ട് ഇല്ലേ? ആ പണം എത്ര തുകയുണ്ട്, അത് നമ്മൾ എങ്ങനെയാണ് വിനിയോഗിക്കാൻ